താരങ്ങളായ ആറാട്ടണ്ണൻ, പെരേര, അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാരെ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത്, മീഡിയാസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷ് വർക്കിക്ക് ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീനില്ലാത്ത അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പം സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ടു പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഡയറക്ടറുടെ കോളാണ്. അത് എനിക്ക് എന്തുകൊണ്ടെന്ന് അതെന്താ എങ്ങനെയാണ് അവിടെ വന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പോൾ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനും ബാക്കിയുള്ളവരും തന്നെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക ഇൻ ദ സെൻസ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത്. ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക, ഫേസ് വാല്യൂവിനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്രയോ പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ? അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നു, ഇല്ല എത്രത്തോളം ഡൈവേർട്ടായി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ ചോയ്സ്. നല്ല രസമുണ്ട് ഇത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത് 2019 തുടങ്ങിയ ഒരു ജേർണിയാണ്. അയ്യോ, ഇവിടെ 2019 തുടങ്ങിയ ജേർണിയാണ്. ഇപ്പൊ 2025. അപ്പം ഈ ഇത്രയും ഇതിന്റെ ഇടയ്ക്ക് കുറെ റിലീസ് ആവാൻ പോകുന്നതിന്റെ ഓരോ ടീസർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വരുമ്പോഴും ആളുകൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് റിലീസ് ആവുന്ന സമയത്ത് ആവുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്നതാണ്. തീർച്ചയായും ഓഡിയൻസ് പലപ്പോഴും എന്താ ബസൂക്കയാണ് കാരണം ഇത് ഇന്ന് റിലീസാവും നാളെ റിലീസാവും അങ്ങനെ കുറെ ഡിലേ ആയി അങ്ങനെ പോയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇതിൽ പോയിന്റ്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിപ്പോ ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ്. നമ്മൾ ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയുക, ഈ ഒരു ഓൺലൈൻ ഗിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു 5, 6, 7 വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ്. അതിനു മുന്നേ 2-3 ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിൻ്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ആൻറ്റിസിപ്പേറ്റഡ് ആണ്. എന്താണ് ആ പടം എന്താണ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെക്കുറിച്ചൊന്നും ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ്, ബസൂക്ക എന്നാണ്. അവർക്ക് ബസൂക്കയെ കുറിച്ചാണ് അറിയേണ്ടത്. അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല, പക്ഷെ ആളുകൾ അറിയും മമ്മൂക്കപ്പടം എന്ന രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ കാരണം സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസും ഇപ്പോൾ അശ്വത് കോക്കിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടകര ഇറങ്ങിയ സമയത്തും താങ്കളെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയ തങ്ങളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആക്ച്വലി ചെയ്യാം. അത് മാത്രമല്ല, പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവും പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പോൾ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് രണ്ടും എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയുക പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരെ യാത്ര ചെയ്തെത്താൻ പറ്റില്ലല്ലോ. ആളുകൾ എന്തു പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല, നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടു ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ബസൂക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്.